നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വേനൽ ചൂടിൽ ചുട്ടു പഴുക്കുകയാണ് ജനങ്ങൾ. പുറത്തിറങ്ങാനും അകത്തിരിക്കാനും കഴിയാത്ത സാഹചര്യം. വലിയ പ്രതിസന്ധിക്ക് നടുവിലേക്ക് രാജ്യം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്നാൽ വരാനിരിക്കുന്നത് അതീവ ദുരന്തമാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വേനൽക്കാല താപനില റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുമ്പോൾ രാജ്യം നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയെന്ന് റിപ്പോർട്ട്. വരാനിരിക്കുന്ന മാസങ്ങളിൽ ഉഷ്ണതരംഗം കൂടുതൽ കഠിനമാകുമെന്നും ഇത് ഏകദേശം 38 കോടി ജനങ്ങളുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വെറുമൊരു കാലാവസ്ഥാ വ്യതിയാനം എന്നതിലുപരി ഇന്ത്യയുടെ തൊഴിൽ മേഖലയെയും ഉൽപാദനക്ഷമതയെയും തകർക്കുന്ന ഒരു ശത്രുവായി ചൂട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ നേരിടേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ രാജ്യത്ത് നേരിടും എന്നുള്ള വിവരങ്ങളാണ് വിദഗ്ധർ ഇപ്പോൾ മുൻപോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ തന്നെ സൂര്യാഘാതമേറ്റ് നിരവധി പേരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ സൂര്യതാപമേറ്റ് ശരീരമാസകലം അടർന്നു പൊള്ളുന്ന സാഹചര്യവും. നമുക്കറിയാം, കൊടും ചൂടിലും വേനലിലും ഒക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് അന്നന്നത്തെ ആഹാരത്തിന് വകയൊപ്പിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന മനുഷ്യർ. ഈ മനുഷ്യരൊക്കെയാണ് സൂര്യാഘാതമേറ്റ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിസന്ധിക്ക് നടുവിലേക്ക് ജനം എത്തുമ്പോൾ കടുത്ത ജാഗ്രതയാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യത്തെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം കൃഷി, നിർമ്മാണം തുടങ്ങിയ പുറം ജോലികളെ ആശ്രയിച്ചാണ് കഴിയുന്നത്. താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുന്നത് ഇവരുടെ തൊഴിൽ സാഹചര്യങ്ങളെ അപകടത്തിലാക്കുന്നു. കഠിനമായ ചൂട് മൂലം സൂര്യാഘാതം, നിർജ്ജലീകരണം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ വർദ്ധിച്ചു വരികയാണ്. ഇതിനകം തന്നെ 38 കോടിയിലധികം ആളുകൾ ഉഷ്ണതരംഗത്തിന്റെ നേരിട്ടുള്ള ഭീഷണിയാലാണെന്ന് അന്താരാഷ്ട്ര പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നഗരപ്രദേശങ്ങളിൽ ഹീറ്റ് ഐലൻഡ് പ്രതിഭാസം മൂലം രാത്രികാലങ്ങളിൽ പോലും ചൂടിന് ആശ്വാസമില്ലാത്ത അവസ്ഥയാണ്. ചൂട് കൂടുന്നത് ജനങ്ങളുടെ ആരോഗ്യം മാത്രമല്ല, രാജ്യത്തിന്റെ GDPയെയും സാരമായി ബാധിക്കുന്നുണ്ട്. ഉഷ്ണതരംഗം മൂലം തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത കുറയുന്നത് നിർമ്മാണ മേഖലയെയും കൃഷിയെയും പിന്നോട്ടടിക്കുന്നു. വിളനാശം സംഭവിക്കുന്നതിലൂടെ ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയരാനും ഇത് കാരണമാകുന്നു. വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിലയിലേക്ക് ഉയരുന്നത് ഊർജ പ്രതിസന്ധിക്കും വ്യവസായങ്ങളുടെ തടസ്സത്തിനും വഴിവെക്കുകയാണ്. 2030ഓടെ ഇന്ത്യയിലെ തൊഴിൽ സമയത്തിന്റെ വലിയൊരു ശതമാനം ചൂട് മൂലം നഷ്ടപ്പെടുമെന്നാണ് ലോകബാങ്ക് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ വിലയിരുത്തൽ. ഇന്ത്യയുടെ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ വേനൽക്കാലം വലിയ വെല്ലുവിളിയാണ്. അസ്വാഭാവികമായ ചൂട് ഗോതമ്പ് ഉൾപ്പെടെയുള്ള ശീതകാല വിളകളുടെ വിളവെടുപ്പിനെ ബാധിച്ചു കഴിഞ്ഞു. ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നതും ഭൂഗർഭ ജലനിരപ്പ് താഴുന്നതും വരും ദിവസങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാക്കും. ഇത് കന്നുകാലി വളർത്തലിനെയും പാൽ ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും. ഈ പ്രതിസന്ധി നേരിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. തൊഴിൽ സമയങ്ങളിൽ മാറ്റം വരുത്തുക, പൊതുസ്ഥലങ്ങളിൽ തണ്ണീർ പന്തലുകൾ ഒരുക്കുക, വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഏറ്റവും പ്രധാനമാണ്. ഉച്ചസമയത്ത്, അതായത് രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്നു. വരാനിരിക്കുന്ന കഠിനമായ ചൂടിനെ നേരിടാൻ വ്യക്തിപരമായും സാമൂഹികമായും ജാഗ്രത പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഇന്ത്യ നേരിടാൻ പോകുന്നത് വലിയൊരു ദുരന്തമായിരിക്കുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. രാജ്യം വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ കൂപ്പുകുത്തിയിരിക്കുന്നത്. പുറം ജോലികൾ ചെയ്യാൻ കഴിയാനാകാത്ത ഒരു സ്ഥിതിയിലേക്ക് തൊഴിലാളികൾ എത്തുന്നു. ഇതെല്ലാം നമ്മെ സാരമായി തന്നെ ബാധിക്കുന്നുമുണ്ട്. നമ്മുടെ കൃഷിയെ ഇതെല്ലാം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. രാത്രികാലങ്ങളിൽ ജനങ്ങൾ പുറത്തേക്കിറങ്ങുകയാണ്. അതായത് വീടിന് പുറത്തൊക്കെയാണ് ഇപ്പോൾ പലരും കിടന്നുറങ്ങുന്നത് തന്നെ. കേരളം ചുട്ടു പൊള്ളുകയാണ്. ഉറക്കമില്ലാതെ മലയാളി. അതിനിടയിൽ കറണ്ട് കട്ട് ചെയ്ത് ജനത്തെ ദുരിതത്തിലാക്കി KSEBയും. ഇപ്പോൾ KSEBക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ 15 മിനിറ്റ് വെച്ച് ഇങ്ങനെ കറണ്ട് കട്ടാണ്. 5-6 തവണയൊക്കെയാണ് ഇങ്ങനെ കറണ്ട് കട്ട് ചെയ്യുന്നത്. ഉറങ്ങാൻ കിടക്കുന്നവർ അല്ലെങ്കിൽ തന്നെ വീടിനകത്ത് ചുട്ടുപൊള്ളുകയാണ്. എല്ലാ വീടുകളിലും AC ഒന്നുമുള്ള വീടുകളല്ലല്ലോ. ഫാനിൻ്റെ കാറ്റ് കൊണ്ടൊക്കെ കഴിയുന്ന മനുഷ്യരാണ്. ഈ ഫാൻ ഇട്ടാൽ തന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് ചൂട് കാറ്റാണ് വരുന്നത്. അവസ്ഥ വളരെ പരിതാപകരമാണ്. അതിനിടയിലാണ് ഇങ്ങനെ കറണ്ട് കട്ട് ചെയ്തുകൂടി ജനത്തെ ദുരിതത്തിലാക്കുന്നത്. KSEBക്ക് ദിനം പ്രതി ഇപ്പോൾ തെറിവിളി കേൾക്കാനേ നേരമുള്ളൂ.
കടുത്ത ചൂടിന് പിന്നാലെ വൈദ്യുതി ഉപഭോഗത്തിൽ ഉണ്ടായ റെക്കോർഡ് വർധനവും കാരണം സംസ്ഥാനം കടുത്ത വൈദ്യുത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇന്ന് ചേരുന്നുണ്ട്. നിലവിലുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുന്നതടക്കം ബോർഡിന്റെ പരിഗണനയിൽ ഉണ്ട് എന്നാണ് വിവരങ്ങൾ. എന്നാൽ ജനം ഇനി വെള്ളത്തിൽ കിടക്കേണ്ട സാഹചര്യമാണ്. വെള്ളത്തിലിറങ്ങി കിടക്കാമെന്ന് വെച്ചാലോ അതും ചൂടാണ്. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുത ഉപഭോഗം 115 മില്യൺ യൂണിറ്റിന് മുകളിൽ എത്തിയിരിക്കുകയാണ്. പീക്ക് സമയങ്ങളിൽ, അതായത് വൈകുന്നേരം 6 മുതൽ 11 വരെ ആവശ്യം 6000 മെഗാവോട്ടിലേക്ക് അടുക്കുന്നു. പുറത്തുനിന്നുള്ള വൈദ്യുത കരാറുകൾ അവസാനിച്ചതും പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ഗ്യാസ് ലഭ്യത കുറഞ്ഞതോടെ ഇൻഡക്ഷൻ കുക്കറുകളുടെ ഉപയോഗം വർദ്ധിച്ചതും പ്രതിസന്ധിക്ക് കാരണമായതായി മന്ത്രി വ്യക്തമാക്കി. വേനൽ മഴ ലഭിക്കാത്തതും ഡാമുകളിലെ ജലനിരപ്പ് താഴുന്നതും KSEBയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് വൈദ്യുതി നിയന്ത്രണം നടപ്പാക്കുക. വൈകിട്ട് 6 മണി മുതലുള്ള സമയത്ത് 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ സംസ്ഥാനത്ത് എവിടെയും വൈദ്യുതി മുടങ്ങാം എന്നുള്ളതാണ് അറിയിപ്പ്. പ്രതിസന്ധി പരിഹരിക്കാനായി 250 മെഗാവാട്ട് വൈദ്യുതി യൂണിറ്റിന് 10 രൂപ നിരക്കിൽ പുറത്തുനിന്ന് വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ദേശീയ തലത്തിൽ തന്നെ വൈദ്യുതിക്ക് ആവശ്യക്കാർ ഏറെ ഉള്ളതിനാൽ ഇത് എത്രത്തോളം ലഭ്യമാകുമെന്ന് കണ്ടറിയണം. കൃത്യമായ ആസൂത്രണം നടത്തുന്നതിൽ ബോർഡിന് വീഴ്ച പറ്റിയെന്ന് റെഗുലേറ്ററി കമ്മീഷൻ വിമർശിക്കുന്നു. വൈകുന്നേരം 6 മുതൽ രാത്രി 11 മണി വരെയുള്ള പീക്ക് സമയങ്ങളിൽ എയർ കണ്ടീഷണറുകൾ, വാട്ടർ ഹീറ്ററുകൾ തുടങ്ങിയ വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നിയന്ത്രിക്കണമെന്ന് KSEB ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഇങ്ങനെ കറണ്ട് കട്ട് ചെയ്യുന്നത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കൂടി ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. പലയിടത്തും ഈ KSEBയിലേക്ക് ഇരച്ചു കയറി ചെന്ന് പ്രതിഷേധങ്ങൾ വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ തള്ളിമറിച്ചത് എന്താണ്? 10 വർഷം കറണ്ട് കട്ടില്ലാത്ത 10 വർഷം കറണ്ട് ചാർജ് ബില്ലിൽ വരെ എഴുതി പിടിപ്പിച്ചായിരുന്നു പ്രചാരണമൊക്കെ നടത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി, വോട്ടിംഗ് കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ കറണ്ട് കട്ട് ചെയ്ത് ജനത്തെ ദുരിതത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ സർക്കാരിന് നേരെ വലിയ വിമർശനങ്ങളാണ് ശക്തമാകുന്നത്. എന്തായാലും വേനൽ കടുക്കുകയാണ്. ജനങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കുക. പുറം പണിക്ക് പോകുന്ന മനുഷ്യർ, നമുക്കറിയാം അവരുടെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത്. ഒരു ദിവസത്തെ ജോലിക്ക് പോയില്ലെങ്കിൽ അവർ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. നമുക്കതെല്ലാം അറിയാം. എങ്കിൽ തന്നെയും നിങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ കുടുംബം നോക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട് കൂടുന്ന സമയത്ത് നിങ്ങൾ കഴിവതും ഒരു വേനലിൽ നിന്ന് മാറി നിൽക്കാൻ പരമാവധി ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അസുഖബാധിതരായിട്ടുള്ളവരൊക്കെ കഴിവതും ഒന്ന് വിശ്രമിക്കാൻ ശ്രമിക്കുക. എന്തായാലും എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ആവർത്തിച്ച് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.